പിന്നെ മമ്മിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പോയത്. പിന്നെ എനിക്ക് സ്കൂളില്ലായിരുന്നു. അപ്പൊ പാർക്ക് എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിതാ പാർക്കിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഈറ്റൻ പാർക്ക്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, തൊട്ടടുത്താണ് കേട്ടോ ഈ പാർക്കുള്ളത്. പാർക്കിൽ അങ്ങോട്ട് കയറിയില്ല, അതിന് മുന്നേ തന്നെ ആളുടെ സ്വഭാവം മാറി. ഇത് കണ്ടപ്പോൾ തന്നെ പാർക്ക് നമുക്ക് പോവണ്ട, ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ടും ഇല്ലാന്ന്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് പോയി നോക്കാം, പോയി നോക്കിയിട്ട് കളിക്കാനൊന്നും ഇല്ലെങ്കിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നേരെ കണ്ടത് നല്ലൊരു സീനറിയാണ് കേട്ടോ. ഇതേവരെ ഞാൻ ഈ UK വന്നത് ഇതാ ഇങ്ങനെ കണ്ടിട്ടില്ല. അതും വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇതുണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി ഇത് കാണാനായിട്ട് നമ്മൾ എത്ര നേരവും വേണമെങ്കിലും നിന്ന് പോകും. ഞാൻ അറിയുന്നില്ല എത്ര നേരമാണ് ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തതെന്ന്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് നടന്നു. ഇത് വലിയൊരു പാർക്കാണ്, കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ടെന്നീസ്, ബാസ്കറ്റ് ബോൾ, പിന്നെ കമ്മ്യൂണിറ്റി സെൻറ്റർ, ഗോൾഫ്, ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യും. ഇതിനേക്കാം അത് കളമോളെ, അത് എനിക്ക് എന്തെല്ലാം ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട്, നല്ല രസമല്ലേ ഇതിനാ. ഇവിടെ തന്നെ കിടന്നാലോ? അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് നടന്ന് അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴാണ് ഇവിടെ ചെറിയൊരു കുളമുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ആമ്പലാണെന്ന് തോന്നും, പക്ഷേ ഇത് ലില്ലി പോണ്ടാണ്. ഇതിൻ്റെ ലീവ്സ്, ഫ്ലവേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ. കറക്റ്റ് നമുക്ക് താമരപ്പൂ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് താമരപ്പൂവല്ല. എന്തായാലും രസമാണ് അല്ലേ കാണാനായിട്ട്. ഇത് നോക്കി ഇങ്ങനെ ഇവിടെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കി നിന്ന് പോകും. ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇവിടെ ഫോട്ടോസിന് പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും മലയാളികളുണ്ടായിരുന്നു, അവർ സാരിയൊക്കെ എടുത്ത് വന്ന് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദാണ്ടേ കുട്ടികൾ കളിക്കുന്ന ഈ പ്ലേ ഗ്രൗണ്ടിലെത്തി. കുറേ നേരമൊക്കെ ഓടി കളിച്ചു. അതിനകത്ത് നല്ല രസമായിരുന്നു കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് കളിക്കാനുള്ളതായാലും വലിയവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയാലും എല്ലാം ഉണ്ട്. വീട്ടിൻ്റെ അടുത്തുള്ള പാർക്കിംഗ് കൂടെ കയറാന്ന് വിചാരിച്ചു, അതുകൊണ്ട് അവിടെ കയറി
ഇത് കാണാം. ഇവിടെ നിന്ന് എനിക്ക് എത്തുന്നില്ല. അവിടെ പോവാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവിടെ ഒരു നമ്മുടെ സിറ്റി സെൻറ്ററിൽ വേറെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ, അങ്ങനെ കുറച്ച് ഫെസ്റ്റിവൽ നടക്കുന്ന കണ്ടത്. അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങി. പക്ഷേ ഇറങ്ങിയിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാം തീർന്നു. ഫുള്ള് കടയൊക്കെ അടച്ച് അവർ വീട്ടിൽ പോകാറായി. 1-2 കട മാത്രമേ ഉണ്ടായിരുന്നു ഓപ്പൺ. ജസ്റ്റ് അങ്ങോട്ടൊന്ന് നടന്ന് നോക്കി. കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ നടന്ന് കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോയി. കുറേ ഫ്ലാഗ്സ് കണ്ടതാണ്. അതായത് ഓരോ കൺട്രിയുടെയും എനിക്ക് തോന്നുന്നു അവരുടെ എന്തോ സ്പെഷ്യൽ സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ വേറെ എന്തിൻ്റെയോ ആണ്. കാണാൻ എന്തായാലും ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ കൺട്രിയുടെയും സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ആണെന്ന് തോന്നുന്നു. ഫുഡിൻ്റെ ആയാലും അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.